അതെ അതെ, കിട്ടു പറഞ്ഞത് ശരിയാണ്. ഞങ്ങളിന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് കാട്ടിലെ നാടകമാണ്. നല്ല രസമുണ്ട്. അതെ അതെ, എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണണേ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ കൂട്ടുകാരെ? ആ, തുടങ്ങാം തുടങ്ങാം. ചിന്നു, നമ്മുടെ രാജാവ് എന്ത് പിഷ്കനാണല്ലേ. എല്ലാ ദിവസവും നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കും. എനിക്ക് വയ്യ ഇനി പണിയെടുക്കാൻ. നീ പറഞ്ഞത് ശരിയാണ് ചിന്നു. നമ്മുടെ രാജാവ് ഇന്നും നമുക്ക് പണിയെടുക്കാൻ തരും. പക്ഷേ പണിയെടുക്കുക അല്ലാതെ നമുക്ക് വേറെ മാർഗമൊന്നുമില്ലല്ലോ. രാജാവ് പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെയാണ് ജീവിക്കുക? ശരിയാ, എങ്ങനെയെങ്കിലും പണിയൊക്കെ എടുക്കാം. എന്റെ മേലൊക്കെ നല്ല വേദനിക്കുന്നുണ്ട്. സാരമില്ല, രാജാവ് വരുന്നുണ്ട്, മിണ്ടണ്ട. എന്താണ് നിങ്ങൾ ഇവിടെ സംസാരിച്ചിരുന്നത്? കുറെ നേരമായി ഞാൻ ഇവിടെ പിറുപിറുക്കുന്നത് കേൾക്കുന്നു. ശരി ശരി ശരി, ഇന്ന് നിങ്ങളുടെ പണി ദിവസമാണ്. വേഗം പണിയെടുത്തോളൂ. ചിന്നു, നീ വേഗം പോയി കാട്ടിലെ നല്ല പഴങ്ങളും കൊമ്പ് ചില്ലകളുമെല്ലാം എനിക്ക് കഴിക്കാനായി പറിച്ചു വരൂ. വേഗമാവട്ടെ. ഇനി നീ വേഗം കാട്ടിലേക്ക് പോയിട്ട് നല്ല നല്ല പുഷ്പങ്ങൾ എനിക്ക് പറിച്ചു കൊണ്ടു. വേഗമാവട്ടെ, നല്ലത് മാത്രം മതി. ശരി രാജാവേ, ഞാനും പോവാം. ഹോ, ഇവരെ ഇങ്ങനെ പണിയെടുപ്പിക്കുമ്പോൾ നല്ല സുഖം കിട്ടുന്നുണ്ട്. നമ്മൾ കഷ്ടപ്പെട്ടൂലേ പണിയെടുത്തിട്ട്? ശരിയാ നീ പറഞ്ഞത്. നമുക്ക് എന്ത് ഉപകാരവുമില്ല. നമുക്ക് ഫുഡ് തരുന്നില്ല രാജാവ്. രാജാവിന്റെ അഹങ്കാരം ഒന്ന് കുറഞ്ഞാൽ മതിയായിരുന്നു. മിന്നു, അതെന്താ വീണത്? ഇതെന്താ സാധനം? മനസ്സിലാവുന്നില്ലല്ലോ. ഇതെന്തോ ഒരു കല്ലാണ് തോന്നുന്നു. അതെ, ഡയമണ്ടിന്റെ കല്ലാണ് തോന്നുന്നു. ആരാ അവിടെ സംസാരിക്കുന്നേ? ഞാൻ ആരുമല്ല, ഞാൻ ഈ കല്ലിന്റെ ഉടമസ്ഥനാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ നിങ്ങൾക്കത് സാധിച്ചു തരും. അതെ, സത്യമാണ് തന്നെ. നിങ്ങൾ എന്ത് ആഗ്രഹവും വേണമെങ്കിൽ പറഞ്ഞോളൂ. രാജാവ് പിഷ്കനും അഹങ്കാരിയുമാണ്. ഞങ്ങളെ നല്ലോണം പണിയെടുപ്പിക്കും. ഞങ്ങൾക്ക് വയ്യ പണിയെടുപ്പിക്കാൻ. ഞങ്ങൾക്ക് രാജാവിനെ കൊടുക്കാൻ എന്തെങ്കിലും ഒരു വഴി വേണം. ശരി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതാ വരുന്നു വഴി. ഹോം ഗ്രീൻ ഐസ് ക്രീം ജീം ബൂം ബാ. ഇതൊരു പുഷ്പമാണ്. ഇത് മുന്നിൽ വെച്ച് ഇത് രാജാവിൻ്റെ ഫുഡിൽ നിങ്ങൾ കലക്കി കൊടുത്താൽ രാജാവ് മയങ്ങും. അതോടെ രാജാവ് നിങ്ങളുടെ പണിക്കാരനും നിങ്ങൾ രാജാവുമാവും. ചിന്നു, നമുക്ക് ഈ രാജാവിന്റെ ഫുഡുള്ള പച്ചപാത്രത്തിൽ ഈ കണ്ണിലേക്ക് നമുക്ക് ഈ പുഷ്പം കലക്കാം. ഓക്കെ, വേഗം കലക്കാം. ഇവർ എവിടെയാത്? എൻ്റെ ഭക്ഷണം കൊണ്ട് ഇത്ര വേഗം എത്താൻ ഞാൻ പറഞ്ഞതല്ലേ. ഇവരെ ഞാൻ കാണിച്ചു കൊടുക്കാം. നിങ്ങൾ എന്താ ഇത്ര നേരം വൈകിയത്? ശരി, ഇപ്രാവശ്യം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നല്ല ടേസ്റ്റുള്ള ഭക്ഷണം മൊത്തം കഴിക്കാം. അയ്യോ, ഇതെന്താ എൻ്റെ തല ചുറ്റുന്നേ? എനിക്കെന്തോ ഉറക്കം വരുന്ന മാതിരി തോന്നുന്നു. അയ്യോ, രാജാവ് മയങ്ങി.
അപ്പോ ഇനി പ്രശ്നമില്ല. ആ, ഇനി രാജാവ് ഉണരുമ്പോൾ കാണാം രസം. എനിക്ക് എന്താ പറ്റി? രാജാവേ, രാജാവേ, റാണി, ഞാൻ നിങ്ങൾക്ക് എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്? ഇവനിപ്പോൾ നമ്മുടെ വേലക്കാരനായോ? അയാൾ പറഞ്ഞത് ശരിയാ. ഇനി ഇവനെ കൊണ്ട് മൊത്തം പണിയെടുപ്പിക്കാം. കൂട്ടുകാരെ, നമുക്കിതിൽ നിന്ന് എന്ത് ഗുണപാഠമാണ് ലഭിക്കുന്നത്? അത്യാഗ്രഹം ആപത്താണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഇനി ഇതുപോലെ വീഡിയോസായി ഞാൻ വീണ്ടും വരാം. ബൈ ബൈ.